വെൽക്കം ടു ബൈ തോട്ട്. ഇറ്റ്സ് മീ അഞ്ജലി കൃഷ്ണ. അപ്പം നോക്കിയേ, ആ മുകളിലോട്ട് നോക്കിയേ, ക്വസ്റ്റ്യൻ കണ്ടാൽ ഭയങ്കര വലുതായിട്ടൊക്കെ തോന്നും. പക്ഷെ ഒരു എന്താ പറയുക, ഒരു ചൊല്ല് പോലെ പയ്യെ തിന്നാൽ പനയും തിന്നാം. സോ നമ്മൾ ഈ ആഴ്ചയിൽ ഇത്രീശിയാണ് NCERT ഓരോ ക്ലാസ്സുകൾ നമ്മൾ ലൈനിൽ ബൈ ലൈൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സോ നമുക്ക് ഈ ക്വസ്റ്റ്യനൊക്കെ ഭയങ്കര സിമ്പിളായിട്ട് ആൻസർ ചെയ്യാം. ഒന്ന് നോക്കിയേ. The reductive division for human female gametogenesis start earlier than that of the male gametogenesis. ഫസ്റ്റ് ഓപ്ഷൻ അത് ട്രൂ ആയിരിക്കും ഫോൾസ് ആയിരിക്കും? റിഡക്റ്റീവ് ഡിവിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? മിയോസിസ് ആണ് ഉദ്ദേശിക്കുന്നത് അല്ലേ? അപ്പോൾ മിയോസിസ് ഫീമെയിൽ ഗെമറ്റോജനസിസ്, നമ്മൾ ഗെമറ്റോജനസിൽ പഠിച്ചപ്പോൾ ഫീമെയിൽസിൻ്റെ മിയോസിസ് ആ ഒരു ഇവൻറ്റ് ഏർലിയർ സ്റ്റാർട്ട് ചെയ്യുന്നു ദാൻ മെയിൽ ഗെമറ്റോജനസിസ് എന്ന് ആയിരിക്കില്ലേ? കാരണം എന്താ, നമ്മളെന്താ പറഞ്ഞത്, അവരുടെ പ്രൈം ഡിഫറൻസ് എന്താ? സ്പെർമാറ്റോജനസിസ് പിവോട്ടിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, പക്ഷേ ഊജൻസിസ് അപ്പോഴാണ് ഇനിഷ്യേറ്റ് ചെയ്യുന്നത്. ഊജൻസ് ഇനിഷ്യേറ്റ് ചെയ്യുന്നത് ആ ഫീറ്റൽ ലൈഫിലാണ് അല്ലേ? അപ്പോൾ ഫീറ്റൽ ലൈഫിൽ തന്നെ നോ മോർ ഉഗോണിയ ഇസ് ആഡഡ് ഓർ ഫോംഡ് ആഫ്റ്റർ ദ ബർത്ത് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ ഉഗോണിയ മൈറ്റോസിസ് ഡിഫറൻഷിയേഷൻ നടന്നിട്ട് അത് എന്ത് നടക്കുന്നുണ്ട്? അതിൻ്റെ എണ്ണം കൂട്ടിയിട്ട് പ്രൈമറി ഊസൈറ്റ് ആവുന്നുണ്ട്. പ്രൈമറി ഊസൈറ്റ് മിയോസിസ് 1 ഇനിഷ്യേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ പറഞ്ഞത് ശരിയല്ലേ? മിയോസിസ് 1 അവിടെ വെച്ച് തന്നെ ഇനിഷ്യേറ്റ് ചെയ്തു അത്. അപ്പോൾ അവർ സ്റ്റാർട്ട് ഏർലിയർ ആണ് അല്ലേ? പക്ഷെ അത് കഴിഞ്ഞ് അറസ്റ്റഡ് ആവുന്നുണ്ട് അതിൻ്റെ പ്രൊഫേസ് 1 സ്റ്റേജിൽ. അപ്പോൾ ഇനിഷ്യേഷൻ എന്തായാലും ഏർലിയർ ആണ്. സോ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണ്. ഇനി ബി സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയേ. ദ ഗ്യാപ്പ് ബിറ്റ്വീൻ ദ ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ ആൻഡ് ദ സെക്കൻഡ് മിയോട്ടിക് ഡിവിഷൻ ഇസ് മച്ച് ഷോർട്ടർ ഫോർ മെയിൽസ് കമ്പയർ ടു ഫീമെയിൽസ് അല്ലേ? മെയിൽസിൽ സ്പെർമാറ്റോജനസിസ് എന്ന് പറഞ്ഞ ഇവൻറ്റ്, ആ ടെസ്റ്റസ് എന്ന ലീവിൻ്റെ ഉള്ളിൽ തന്നെ മിയോസിസ് എന്ത് നടക്കുന്നുണ്ട്? 1 നടക്കുന്നുണ്ട്, മിയോസിസ് 2 നടക്കുന്നുണ്ട് ഇല്ലേ? നമ്മുടെ പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് മിയോസിസ് 1 നടന്ന് സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് ആവുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഫോളോ ചെയ്ത് സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? മിയോസിസ് 2 നടന്നിട്ട് നമ്മുടെ സ്പെർമാറ്റിഡ് ആവുന്നുണ്ട്. പിന്നെ അതിനൊരു ട്രാൻസ്ഫോർമേഷൻ ഒക്കെ നടക്കുന്നുണ്ട്, സ്പെർമിയോജനസിസ് നമ്മൾ പഠിച്ചതല്ലേ? അപ്പോൾ ഈ നമ്മുടെ എന്നാൽ ഊജനസിസിൽ അങ്ങനെയാണോ നമ്മുടെ ഫീമെയിൽസിൻ്റെ കേസിൽ? അല്ല, അവർ ആ ഒരു നമ്മുടെ അതിൽ നിന്ന് ആ ഒരു ഓവറിൽ നിന്ന് ഓവലേഷൻ്റെ ടൈമിൽ ലീവ് ചെയ്യുമ്പോൾ മിയോസിസ് 1 കംപ്ലീറ്റഡ് ആയിട്ടുള്ളൂ അല്ലേ? അപ്പോൾ സെക്കൻഡറി ഊസൈറ്റ് ആയിട്ടുണ്ട്, പക്ഷേ സെക്കൻഡറി ഊസായിട്ട് ഇനി ഹാപ്ലോയിഡ് ആയിട്ടുള്ള മെച്യൂർ ഊട്ടിട്ടൊക്കെ ആവാൻ, മെച്യൂർ ആയിട്ടുള്ള ഫീമെയിൽ ഗെമേറ്റ് ആവുന്നത് എപ്പോഴാണ്? ഫെർട്ടിലൈസേഷൻ്റെ ടൈമിലാണ് അല്ലേ? ആ ഒരു ടൈമിലാണ് അത് കംപ്ലീറ്റ് ചെയ്യുന്നത്, മിയോസിസ് 2 കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷനും സെക്കൻഡ് മിയോട്ടിക് ഡിവിഷൻ്റെ ഗ്യാപ്പ് മെയിൽസിൽ ഭയങ്കര ഷോർട്ടറാണ്, ഫീമെയിൽസിൽ കുറച്ച് ടൈം എടുക്കുന്നുണ്ട് അല്ലേ? യെസ്. അപ്പോൾ എന്താണ്? അതും കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ആണ്. ദ ഫസ്റ്റ് പോളാർ ബോഡി ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ ഫോർമേഷൻ ഓഫ് പ്രൈമറി ഊസൈറ്റ്. തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയേ. ഊസൈറ്റ് എന്ന് പറയുമ്പോൾ മനസ്സിലായി ഫീമെയിൽസിൻ്റെ കേസാണ്, ഊജനസിസിലാണ് പറയുന്നത്. പക്ഷെ അത് പ്രൈമറി ഊസൈറ്റിൻ്റെ ഒപ്പമാണ് ഫസ്റ്റ് പോളാർ ബോഡി വരുന്നതല്ല. പ്രൈമറി ഊസൈറ്റ് മിയോസിസ് 1 നടന്നു കഴിയുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്, ഡിവൈഡ് ചെയ്ത് വരുന്നതാണ് ദ സെക്കൻഡറി ഊസൈറ്റും. അതിൻ്റെ ഒപ്പമാണ് നമ്മുടെ ഫസ്റ്റ് പോളാർ ബോഡി വരുന്നത് അല്ലേ? ആ ഒരു ടൈമിൽ അല്ലേ? നമ്മൾ അൺഈക്വൽ ഡിവിഷൻ എന്നൊക്കെ പറയും. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ഫോൾസ് ആണ്. ഇനി ലാസ്റ്റത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയേ. ലൂട്ടനൈസിങ് ഹോർമോൺ LH സർജ് leads to the disintegration of endometrium and onset of menstrual bleeding. ശരിയാണോ? LHന്റെ സർജ് വന്ന് എന്താ സംഭവിക്കുന്നത്? ഓവുലേഷൻ അല്ലേ? ആ ഒരു സമയത്ത് റപ്ചർ ഓഫ് ഗ്രാഫിയൻ ഫോളിക്കിൾ ആണ്. എൻഡോമെട്രിയയുടെ ഡിസിൻറ്റഗ്രേഷൻ ആ സമയത്ത് നടക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഫെർട്ടിലൈസേഷൻ നടന്നില്ലെങ്കിലാണ് ആ കേസൊക്കെ വരുന്നത് അല്ലേ? അപ്പോൾ ആ സമയത്ത് ആ കോപ്പസ് ലൂട്ടിയം ആ സംഭവമൊക്കെ ഡീജനറേറ്റ് ചെയ്യും. അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസുകളുടെ വിഡ്രോവൽ വരുന്നു അല്ലേ? അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ് അല്ലേ? അപ്പോൾ ഏതായിരിക്കും കറക്റ്റ് ഓപ്ഷൻ വരുന്നത്? ഓപ്ഷൻ 1 A and B is true. അപ്പോൾ എന്താണ്? അപ്പം നമുക്ക് ഇങ്ങനത്തെ കുറേ വലിയ ക്വസ്റ്റ്യൻസുകളും ചെറിയ ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് ആൻസർ ചെയ്യാം. കീപ് ഫോളോയിങ്. നമുക്കിതൊക്കെ സിമ്പിളായിട്ട് ഡീൽ ചെയ്യാൻ പറ്റും. ഇനി ആരെങ്കിലും കിട്ടാത്തുണ്ടെങ്കിൽ പേടിക്കേണ്ട, ക്ലാസ്സിൽ പോയി കാണാം, നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവും. ഓക്കെ, ഫൈൻ.